ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സ് വോളിയം വ്യാപ്തം എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് മക്കളെ, നമുക്ക് വ്യാപ്തം എന്ന ചാപ്റ്റർ, വോളിയം എന്ന ചാപ്റ്റർ നോക്കാം. മക്കൾ ഇത് നോക്കിയതാ, ഇത് രണ്ടും മരക്കട്ടകളില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് രണ്ടും നോക്കിയേ. ഇത് രണ്ടിൽ നിന്നും ഏതാണ് വലുതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ ഏരിയ കണ്ടാൽ മതി അല്ലേ? നമ്മളെങ്ങനെ ഏരിയ കാണുക? ഏരിയ എന്ന് വെച്ചാൽ എന്നാ? ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്തായിരിക്കും മക്കളെ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? ഏരിയ കണ്ടുപിടിക്കാൻ നീളവും വീതിയും ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സൈസ് ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക്, ചതുരക്കട്ടയുടെ വലിപ്പം. മക്കൾ ഈ ചതുരക്കട്ടയെല്ലാം നോക്കിയേ. ഒരേപോലെയുള്ള ചെറിയ കട്ടകൾ അടുക്കിയാണ് ചതുരക്കട്ടകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇവയിൽ ഓരോന്നിനും എത്ര ചെറിയ കട്ടകളുണ്ടെന്ന് എണ്ണി നോക്കിയാൽ വലിയ ചതുരക്കട്ട ഏതാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അല്ലേ? മക്കളെ മൂന്നാമത്തെ നോക്കിയേ. മൂന്നാമത്തേല് എത്ര ചതുരക്കട്ടകളുണ്ട്? മൂന്നാമത്തേല് ചതുരക്കട്ടകൾ 5 ചെറിയ ചതുരക്കട്ടയുണ്ടല്ലേ? രണ്ടാമത്തേലോ? രണ്ടാമത്തേല് ചതുരക്കട്ടയിൽ 6 ചെറിയ ചതുരക്കട്ടകളാണ് ഉള്ളത്. അപ്പൊ ഒന്നാമത്തേലോ? ഒന്നാമത്തതിൽ മുകളിലത്തെ നിരയിൽ 4ഉം താഴത്തെ നിരയിൽ 4ഉം ഉൾപ്പെടെ ആകെ 8 ചെറിയ ചതുരക്കട്ടകൾ ഉണ്ടല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചതുരക്കട്ടയാണ് വലുത് അല്ലേ? ഇതാണ് വലുത്. ഈ ചിത്രം കണ്ടുവാ. ഇനി ഇതേപോലെ ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോന്നിലും എത്ര ചെറിയ കട്ടകളുണ്ടെന്ന് കണക്കാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ കട്ടകളെല്ലാം എണ്ണി നോക്കാതെ ഓരോന്നിലും എത്രയുണ്ടെന്ന് പറയാൻ എളുപ്പവഴി എന്തായിരിക്കും? ഇവയിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് ആദ്യം നമുക്ക് ഈ പിക്ചർ നോക്കാം മക്കളെ. എന്തായിരിക്കും? ചതുരക്കട്ടയുടെ നീളവശത്ത് 4 കട്ടകളും വീതി വശത്ത് 2 കട്ടകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഒരു നിരയിൽ എത്ര കട്ടകൾ ഉണ്ടാവും? 4 × 2 അല്ലേ? എത്രയായിരിക്കും? 8 കട്ടകളുണ്ട്. ഇത്തരം 2 നിരകളായി ആകെ കട്ടകളുടെ എണ്ണം എത്രയായിരിക്കും മക്കളെ? 8 × 2 എത്രയായിരിക്കും? 16 അല്ലേ? 16 കട്ടകളുണ്ട്. അപ്പൊ നമുക്കിത് വേറൊരു മോഡലിൽ ചെയ്താലോ? എങ്ങനെയായിരിക്കും? ഇത് ഒരുമിച്ച് ചേർക്കുക. 4 × 2 × 2 = എത്ര? 16 അല്ലേ? ഇങ്ങനെയും ചെയ്യാം. അപ്പൊ മക്കൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ചതുരക്കട്ടകളുടെ നീളവശത്ത് 5 കട്ടകളും 1 2 3 4 5 അല്ലേ? വീതി വശത്ത് 3 കട്ടകളും ഉണ്ട്. 1 2 3. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതുക? 5 × 3 = 15 അല്ലേ? ഇത് 3 നിരകളായി ആകെ കട്ടകളുടെ എണ്ണം എത്രയായിരിക്കും? 15 × 3 = 45 അല്ലേ? ഇത് വേറെ മോഡൽ എഴുതുന്നാണെങ്കിൽ 5 × 3 × 3 = 45. മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പിക്ചർ നോക്കാം. ഇതിൽ എത്രയായിരിക്കും? ഈ ചതുരക്കട്ടകളുടെ നീളവശത്ത് എത്ര കട്ടകളുണ്ട്? 3 കട്ടകൾ അല്ലേ? 1 2 3 അല്ലേ? 3 എഴുതുക. വീതി വശത്ത് കട്ടകൾ എത്ര ഉണ്ട്? ഇവിടെയും 3 തന്നെ അല്ലേ? 1 2 3. അപ്പൊ എങ്ങനെയായിരിക്കും? 3 × 3 = 9. അപ്പൊ ഈ 3 നിരകളിലായി ആകെ കട്ടകൾ എത്രയായിരിക്കും? 9 × 3 എത്രയായിരിക്കും? 27 അല്ലേ? പിന്നെ വേറൊരു മോഡൽ എഴുതിയാൽ 3 × 3 × 3 = 27. മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത് നോക്കിയ മക്കളെ. ചതുരക്കട്ടയുടെ നീളവശത്ത് എത്ര കട്ടകളുണ്ട്? 5 കട്ടകളുണ്ട് അല്ലേ?
വീതി വശത്തോ 3 കട്ടകൾ. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതുക? 5 × 3 അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 15. 4 വരികളിലായി ആകെ കട്ടകളുടെ എണ്ണം എത്രയായിരിക്കും? 4 നിരകളിലായി 4 നിരകളിലായി ആകെ കട്ടകളുടെ എണ്ണം എത്രയായിരിക്കും? 15 × 4 എത്രയായിരിക്കും? 60 അല്ലേ? ഇത് ഒരുമിച്ച് കണക്കാക്കി എങ്ങനെ കിട്ടും? 5 × 3 × 4 എത്രയായിരിക്കും? 60 അല്ലേ? ഇവയിൽ ചിത്രം ഈ 4ാമത്തെ കട്ടയാണ് വലുതെന്നും ചിത്രം 1ാമത്തെ കട്ടയാണ് ചെറുതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? വലിയ ചതുരക്കട്ടയുള്ള ചെറിയ കട്ടകളുടെ എണ്ണം കാണാൻ നീളവശത്തെയും വീതിവശത്തെയും ഉയരവശത്തെയും ചെറിയ കട്ടകളുടെ എണ്ണം തമ്മിൽ ഗുണിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. How many small cubes are used to make this large cube? If one small block is removed from each corner of the large block, how many would be left? എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ സമചതുര കട്ടയിൽ ആകെ എത്ര ചെറിയ സമചതുര കട്ടകൾ ഉണ്ട്? ഇതിന്റെ എല്ലാ മൂലയിൽ നിന്നും ഓരോ കട്ട വീതം മാറ്റിയാൽ ബാക്കി എത്ര കട്ടകൾ ഉണ്ടാകും? ഈ സമചതുര കട്ടയിൽ ആകെ എത്രയില്ല മക്കളെ? 4 × 4 × 4 അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 64 അല്ലേ? ഈ 64 ചെറിയ കട്ടകളുണ്ട്. ഇതിന്റെ എല്ലാ മൂലകളിൽ നിന്നും ഓരോ വീതം മാറ്റിയാൽ എത്രയായിരിക്കും? ബാക്കി കട്ടകൾ എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ വലിയ സമചതുര കട്ടയ്ക്ക് ആകെ 8 മൂലകളുണ്ടല്ലേ? അപ്പോൾ ആകെ എണ്ണത്തിൽ നിന്നും 8 കട്ടകൾ കുറയ്ക്കണം. അപ്പം ബാക്കി എത്രയാ? 64 - 8 = 56 അല്ലേ? നമ്പർ ഓഫ് സ്മോൾ ബ്ലോക്സ് ലെഫ്റ്റ് 56. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദീസ് ബ്ലോക്ക്. ഈ ചതുരക്കട്ടകൾ നോക്കൂ. ഹൗ മെനി സ്മോൾ ബ്ലോക്സ് ആർ ദർ ഇൻ കാച്ച്? ഡു ദേ ഹാവ് ദ സ്മോൾ സൈസ്? To compare sizes by just counting, what kind of little block should be used in both? ചിത്രത്തിലെ ഓരോ ചതുരക്കട്ടയിലും എത്ര ചെറിയ കട്ടകളുണ്ട്? ഈ 2 ചതുരക്കട്ടയുടെയും വലിപ്പം തുല്യമാണോ? എണ്ണം നോക്കി വലിപ്പം പറയണമെങ്കിൽ 2ലെയും ചെറിയ കട്ടകൾ എങ്ങനെയുള്ളതാവണം? എങ്ങനെയായിരിക്കും മക്കളെ? നമുക്കത് നോക്കാം. ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് എന്തായിരിക്കും? നമ്പർ ഓഫ് സ്മോൾ ബ്ലോക്സ് ഇൻ ദ ഫസ്റ്റ് റെക്ടാങ്കുലർ ബ്ലോക്ക് എത്രയായിരിക്കും? 3 × 2 × 2. ഇതിന്റെ ആൻസർ 12. നെക്സ്റ്റ് നോക്കിയ മക്കളെ, നമ്പർ ഓഫ് സ്മോൾ ബ്ലോക്സ് ഇൻ ദ സെക്കൻഡ് റെക്ടാങ്കുലർ ബ്ലോക്ക് എത്രയായിരിക്കും? 3 × 2 × 2 എത്രയായിരിക്കും? 12. ഇത് 1ാമത്തെ ചതുരക്കട്ടയിലെ ചെറുകട്ടകളുടെ എണ്ണം. ഇത് 2ാമത്തെ ചതുരക്കട്ടയിലെ ചെറുകട്ടകളുടെ എണ്ണം. ഇവിടെ 2 ചതുരക്കട്ടയിലെയും 12 വീതം ചെറിയ കട്ടകളുണ്ട്. എന്നാൽ ഈ 2 ചതുരക്കട്ടകളുടെയും വലിപ്പം തുല്യമല്ല അല്ലേ? ഇവിടെ ചെറിയ കട്ടകൾ ഒരുപോലെയുള്ളവയായിരുന്നുവെങ്കിൽ എണ്ണം നോക്കി വലിപ്പം നമുക്ക് പറയാമായിരുന്നു അല്ലേ? മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Look at this picture. വലിപ്പത്തിന്റെ സംഖ്യ. What is the area of the rectangle? How many small squares of side 1 cm are in it? 4 × 3 = 12. The area of square of side 1 cm is 1 square centimeter. The area of the whole rectangle is
12 സ്ക്വയർ സെന്റിമീറ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ എത്ര ചെറിയ ചതുരങ്ങൾ ചേർന്നതാണിത്? ഇവിടെ വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ 12 എത്രയായിരിക്കും? 4 into 3 12 വരും. 12 സമചതുരങ്ങൾ ഉണ്ട്. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ ഏരിയ 1 ചതുര സെന്റിമീറ്റർ. അതിനാൽ ചിത്രത്തിലെ മൊത്തം ചതുരത്തിന്റെ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇവിടെ ഒരു സൈഡിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. All the sides of the large cube are painted. How many small cubes would have no paint at all? ഈ സമചതുര കട്ടയുടെ എല്ലാ വശവും പെയിന്റ് അടിക്കുന്നു. ഒരു വശത്തും പെയിന്റ് അടിക്കാത്ത എത്ര ചെറിയ സമചതുര കട്ടകൾ ഇതിലുണ്ടാവും? എങ്ങനെയായിരിക്കും മക്കളെ കണ്ടുപിടിക്കുക? ഇത് നോക്കിയേ, ഏറ്റവും മുകളിലത്തെ നിരയിലെ എല്ലാ കട്ടകളിലും ഒരു വശമെങ്കിലും പെയിന്റ് അടിച്ചിട്ടുണ്ടാവും അല്ലേ? നടുവിലത്തെ നിരയിൽ ഏറ്റവും നടുക്കുള്ള കട്ടയിൽ ഒരു വശത്തും പെയിന്റ് ഉണ്ടാവുകയില്ല. ഏറ്റവും താഴത്തെ നിരയിലെ എല്ലാ കട്ടകളിലും ഒരു വശത്തെങ്കിലും പെയിന്റ് ഉണ്ടായിരിക്കും. ഒരു വശത്തും പെയിന്റ് അടിക്കാത്ത ചെറിയ കട്ടകളുടെ എണ്ണം എത്രയായിരിക്കും? 1 അല്ലേ? മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ റെക്ടാങ്കുലർ ബ്ലോക്ക്. ഇനി ഈ ചതുരക്കട്ട നോക്കൂ. It's made by staking cubes of side 1 centimeter. How many? So the size of the block is equal to 13 such cubes. Size measure like this is called volume. The mathematics, we say that a cube of side 1 centimeter has a volume of 1 cubic centimeter. 13 such cubes make the large block in the picture. Its volume is 13 cubic centimeter. എന്താ പറഞ്ഞിരിക്കുന്നത്? വശങ്ങളുടെയും നീളം 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആയ സമചതുര കട്ടകൾ അടുക്കിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എത്ര എണ്ണമായിരിക്കും മക്കളെ? ഇതിൽ 5 into 3 into 2 എത്രയായിരിക്കും? 13 സ്മോൾ ക്യൂബ്സ് ഉണ്ട് അല്ലേ? ഇങ്ങനെ അളക്കുന്ന വലിപ്പത്തിന് പറയുന്ന പേരാണ് വ്യാപ്തം. ഓക്കെ, വ്യാപ്തം എന്ന വോളിയം. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ സമചതുര കട്ടയുടെ വ്യാപ്തം 1 ഘന സെന്റിമീറ്റർ ആണ്, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. മുകളിലത്തെ ചതുരക്കട്ടയിൽ ഇത്തരം 30 ചെറുകട്ടകൾ ഉള്ളതിനാൽ അതിന്റെ വ്യാപ്തം 30 ഘന സെന്റിമീറ്റർ ആണ്. ഘന സെന്റിമീറ്റർ എന്നത് ചുരുക്കി സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ പിക്ചർ നോക്കി മക്കളെ. All blocks shown below are made up of cubes of side 1 centimeter. Calculate the volume of each. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ സമചതുര കട്ടകൾ ചേർത്തുണ്ടാക്കിയ കുറെ ചതുര കട്ടകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോന്നിനും വ്യാപ്തം കണക്കാക്കുക. നമുക്ക് ആദ്യം ഫസ്റ്റ് പിക്ചർ നോക്കാം. ഇതാണ് ഫസ്റ്റ് പിക്ചർ. ഇതിന്റെ എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് എത്രയായിരിക്കും മക്കളെ? ഈക്വൽ ടു 4 into 4 into 4 അല്ലേ? അതിന്റെ ആൻസർ 64. ഇറ്റ്സ് വോളിയം എത്ര ആയിരിക്കും? 64 CUCM. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഇതിന്റെ നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് എത്രയായിരിക്കും? 2 into 2 into 3 എത്രയായിരിക്കും? 12 അല്ലേ?
ഇറ്റ്സ് വോളിയം 12 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, മനസ്സിലായി മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നോക്കാം. നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് എത്രയായിരിക്കും? 4 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ? എത്രയായിരിക്കും? 36. ഇറ്റ്സ് വോളിയം 36 CO സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയ മക്കളെ, ഇത് നോക്കി ഇത് എത്രയായിരിക്കും? ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ എഴുതുക, നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് ഈക്വൽ ടു എത്രയാണ്? 7 ഇൻറ്റു 2 ഇൻറ്റു 3 എത്രയായിരിക്കും? 42 അല്ലേ? അപ്പോൾ എത്രയാണ്? ഇറ്റ്സ് വോളിയം ഈസ് ഈക്വൽ ടു 12 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത എന്താ മക്കളെ? നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയായിരിക്കും? 12 ആൻഡ് ഇറ്റ്സ് വോളിയം 12 CO സെന്റിമീറ്റർ. നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം മക്കൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരും. ഓക്കെ.